രൂപാന്തരത്തിൻ്റെ, അനുഗ്രഹത്തിൻ്റെ, ജീവിത പുതുക്കത്തിൻ്റെ അനുഭവമാണ് നോമ്പിൻ്റെ പുണ്യം. കാനാവിൽ പച്ചവെള്ളം വീഞ്ഞായി തീർന്നതുപോലെ രുചിയില്ലാത്ത, നന്മയില്ലാത്ത എൻ്റെ ജീവിതത്തെ ദൈവമുൻപാകെ സമർപ്പിക്കുമ്പോൾ ദൈവം അതിനെ നിറവും അനുഗ്രഹവും നന്മയുമാക്കി തീർക്കുന്ന രൂപാന്തരത്തിൻ്റെ അനുഭവമാണ് പരിശുദ്ധമായ നോമ്പ്. കുഷ്ഠരോഗിയായിരുന്ന മനുഷ്യൻ പാപം കൊണ്ട് അവൻ്റെ ശരീരം മുഴുവനും കുഷ്ഠമായി തീരുന്ന ഒരനുഭവം പോലെ പാപം കൊണ്ട് നമ്മളുടെ ജീവിതത്തെ തിന്മയുടെ അഗാധമായ ഗർത്തത്തിലേക്ക് തള്ളിയിട്ട അനുഭവത്തിൽ നിന്നും എൻ്റെ കർത്താവേ എന്നോട് കരുണ തോന്നണമേ എന്ന് നിലവിളിച്ചുകൊണ്ട് എൻ്റെ പാപമാകുന്ന കുഷ്ഠത്തിൽ നിന്നും സൗഖ്യം പ്രാപിക്കുവാനുള്ള ദിവസമാണ് നോമ്പിൻ്റെ ദിവസങ്ങൾ. തളർന്നു പോയിരിക്കുന്ന ആത്മീയമായ അനുഭവങ്ങൾ, ലോകത്തിൻ്റേതായ ഭാരങ്ങളിൽ വീണുപോയിരിക്കുന്ന അനുഭവങ്ങൾ, ആ തളർവാദത്തിൻ്റെ അനുഭവത്തിൽ നിന്നും പ്രാർത്ഥനയുടെ അനുഭവത്തിലേക്ക്, ദൈവ സാമീപ്യത്തിലേക്ക്, അനുതാപത്തിലേക്ക് കടന്നു വരുമ്പോൾ മകനെ നിൻ്റെ കിടക്ക എടുത്തുകൊണ്ട് നടക്ക. നിന്നെ ഭയപ്പെടുത്തിയിരുന്ന അനുഭവത്തിൽ നിന്നും എഴുന്നേറ്റ് ധൈര്യത്തോടു കൂടി ദൈവികമായ സാക്ഷിയായി തീരുവാനുള്ള അനുഗ്രഹത്തിൻ്റെ ദിവസങ്ങളാണ് പരിശുദ്ധമായ നോമ്പിൻ്റെ പുണ്യം. കനാന്യ സ്ത്രീ നിലവിളിയോടുകൂടി കർത്താവിൻ്റെ അടുക്കിലേക്ക് കടന്നു വന്നു. യഥാർത്ഥമായ വിശ്വാസം, എൻ്റെ കർത്താവ് എനിക്ക് മതിയായവൻ, അവനാണെൻ്റെ രക്ഷകൻ, എൻ്റെ ദൈവമേ നീ എന്നെ രക്ഷിച്ചെങ്കിലേ മതിയാകുകയുള്ളൂ, എനിക്കതിന് അവകാശമില്ലേ, ഞാൻ നിൻ്റെ മകളല്ലേ. ആ മകൾ എന്ന അനുഭവത്തിലൂടെ വിശ്വാസത്തോടുകൂടി കർത്തൃസന്നിധിയിലേക്ക് വന്ന് തൻ്റെ മകൾക്ക് ഭൂതത്തിൻ്റെ ഉപദ്രവത്തിൽ നിന്നും പൈശാചികമായ ബന്ധനത്തിൽ നിന്നും വിടുതൽ പ്രാപിച്ചതുപോലെ ലോകത്തിൻ്റേതായ സകല പൈശാചികമായ ബന്ധനങ്ങളിൽ നിന്നും വിടുതൽ പ്രാപിക്കുവാനുള്ള ദിവസങ്ങളാണ് നോമ്പിൻ്റെ പുണ്യം. കൂനിയായ സ്ത്രീ മനുഷ്യൻ്റെ ആഗ്രഹങ്ങളും മനുഷ്യൻ്റെ ഇഷ്ടങ്ങളുമെല്ലാം ഭൗമികമായി ഈ ലോകത്തിലുള്ളതിൽ ആശ്രയിച്ച് കഴിയുമ്പോൾ ദൈവത്തിലേക്ക് നോക്കുവാൻ കഴിയാതെ നിൻ്റെ മനസ്സും നിൻ്റെ ജീവിതവും കൂനായിത്തീരുമ്പോൾ ദൈവസന്നിധിയിൽ നിന്നെ കാണുന്ന ഒരു ദൈവമുണ്ട്. നിൻ്റെ പാപത്തിൻ്റെ അനുഭവത്തിൽ നിന്ന് നിന്നെ വിടുതൽ നൽകുന്ന ഒരു ദൈവമുണ്ട്. നീ കൂനിക്കൂടിയായാലും അവൾ മലകൾ കടന്ന് പർവ്വതങ്ങളിലൂടെ മണലാരണ്യത്തിലൂടെ ഒരു വടിയും ഇടിച്ച് ദേവാലയത്തിലേക്ക് കടന്നു വന്നപ്പോൾ അവളെ കണ്ടവനായ ഒരു കർത്താവ് ഇന്നും ജീവിക്കുന്നു. ആ സൗഖ്യത്തിൻ്റെ അനുഭവമാണ് യഥാർത്ഥമായ നോമ്പിൻ്റെ പുണ്യം. ഞാൻ അന്ധനായിരുന്നു, ദൈവമേ വെളിച്ചമില്ലാത്ത ഇരുട്ടിൻ്റെ അനുഭവത്തിൽ ഞാൻ തപ്പിത്തടന്നു. എൻ്റെ ദൈവത്തെ കാണുവാനോ ദൈവികമായ അനുഗ്രഹങ്ങളെ കാണുവാനോ ദൈവദർശനവും ആലോചനയും ഇല്ലാത്തവനായി പാപത്തിൻ്റെ അനുഭവത്തിൽ ഞാൻ കുരുടനായി പോയി. കർത്താവേ എനിക്ക് കാഴ്ച നൽകണമേ. വെളിവിൻ നിറഞ്ഞോരീശോ നിൻ്റെ വെളിച്ചം എനിക്ക് തരണമേ. അന്ധകാരത്തെ എന്നിൽ നിന്ന് എടുത്തു മാറ്റണമേ. അങ്ങനെ ജന്മനാ കുരുടനായിരുന്ന മനുഷ്യനെ യേശു തമ്പുരാൻ കാഴ്ച നൽകിയ അനുഭവം ദൈവികമായ ദർശനത്തിലേക്ക്, നവജീവിതത്തിലേക്ക്, പുതുക്കത്തിൻ്റെ അനുഭവത്തിലേക്ക്, സ്വർഗീയമായ രഹസ്യങ്ങളെ കാണുവാൻ തക്കവണ്ണം ഉൾക്കണ്ണുകളെ തുറക്കേണ്ടതായ ദിവസങ്ങളാണ് പരിശുദ്ധമായ നോമ്പിൻ്റെ ദിവസം. ആ നോമ്പിൻ്റെ ദിവസങ്ങൾ പൂർത്തിയാകുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് തന്നെ ആ വിടുതലിന് വേണ്ടി പ്രാർത്ഥിക്കും. ഹോശാന ഹോശാന, ദാവീദ് പുത്രന് ഹോശാന. കർത്താവേ രക്ഷിക്കണമേ, നീ ഞങ്ങളുടെ രാജാവാണ്, രക്ഷിക്കണമേ. അവനോടൊപ്പമുള്ള യാത്ര, അവൻ്റെ പീഡാനുഭവത്തിൽ പങ്കാളികളാകുവാൻ, അവൻ്റെ കഷ്ടാനുഭവത്തിൽ പങ്കാളികളാകുവാൻ, കർത്താവേ ആ കുരിശെടുത്തുകൊണ്ട് നിൻ്റെ പിന്നാലെ ഒന്ന് യാത്ര ചെയ്യുവാൻ, നിന്നോടൊപ്പം ചാട്ടവാറടി ഏൽക്കുവാൻ, നിന്നോടൊപ്പം പീഡകൾ സഹിക്കുവാൻ. ഇതാ കാരിരും പാണികളാൽ കാൽവരി ക്രൂശിൽ നീ തൂങ്ങപ്പെട്ടപ്പോൾ കർത്താവേ നീ എനിക്ക് വേണ്ടിയാണ്, എൻ്റെ കുറ്റത്തിനു വേണ്ടി, എൻ്റെ പാപത്തിനു വേണ്ടി നീ ആ പാപങ്ങളെ വഹിച്ചു. നിൻ്റെ അടിപ്പിണരാൽ ഞങ്ങൾക്ക് സൗഖ്യം ലഭിച്ചിരിക്കുന്നു. നിൻ്റെ ക്രൂശ് മരണം കർത്താവേ ദൈവത്തിന് ഞങ്ങളോടുള്ള
അതുല്യമായ സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്ന ആ ദൈവ സ്നേഹമാണ് ക്രൂശിൽ ഞാൻ കണ്ടത്. ക്രൂശിൽ ഞാൻ കണ്ടു നിൻ്റെ സ്നേഹം. നീ അവിടെ കിടന്ന് എനിക്ക് ദാഹിക്കുന്നു എന്ന് പറയുമ്പോഴും എൻ്റെ വിടുതലിന് വേണ്ടിയുള്ള നിൻ്റെ ദാഹം നിൻ്റെ ചുണ്ടുകളിലൂടെ ഞങ്ങൾക്ക് കേൾക്കുവാൻ കഴിഞ്ഞു. ദൈവമേ, ആ സ്നേഹത്തിലേക്ക് ഞങ്ങളിതാ നിൻ്റെ സന്നിധിയിലേക്ക് അടുത്തു വരുന്നു. നിൻ്റെ മരണത്താൽ ഞങ്ങളുടെ മരണത്തെ നീ ചവിട്ടിക്കൊന്നു. നിൻ്റെ ഉയർപ്പിനാൽ പാപമരണത്തിൽ നിന്ന് ഞങ്ങൾക്ക് ഉയർപ്പ് നൽകി. ആ പുനരുത്ഥാനത്തിൻ്റെ സന്തോഷം അനുഭവിച്ചുകൊണ്ട് എൻ്റെ കർത്താവിൻ്റെ വിശ്വസ്ത സാക്ഷികളായി ദൈവികമായ സമാധാനത്തോടും ദൈവികമായ നിയോഗങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ആ പ്രക്രിയ ദൈ വിൽ ബി ഡൺ ഓൺ എർത്ത്, ദൈവമേ നിൻ്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആയിത്തീരണമേ എന്നുള്ള ആ പ്രാർത്ഥന നിറവേറ്റുവാൻ തക്കവണ്ണം സ്വർഗരാജ്യത്തിൻ്റെ ശില്പികളായി പണിക്കാരായി എൻ്റെ കർത്താവ് സ്വർഗരാജ്യത്തിൻ്റെ പണിക്കാരായി കർത്താവിൻ്റെ കൂട്ടുവേലക്കാരായി തുടർന്ന് ജീവിക്കുവാൻ തക്കവണ്ണം കർത്താവിൻ്റെ കഷ്ടാനുഭവം, എൻ്റെ നോമ്പ്, എൻ്റെ ആരാധന, എൻ്റെ പ്രാർത്ഥന, എൻ്റെ അനുതാപം, എൻ്റെ സമർപ്പണം, അതിലൂടെ അനുഗ്രഹം പ്രാപിക്കുവാൻ, പുനരുത്ഥാനത്തിൻ്റെ സന്തോഷം അനുഭവിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. ഈ നോമ്പ് പുണ്യകാലമായി മാറട്ടെ. ഈ നോമ്പ് ജീവിതത്തിന് അനുഗ്രഹമായി തീരട്ടെ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.